വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചില പ്രോഗ്രാമുകൾ അങ്ങനെയാണ്, മനസ്സിനെ വല്ലാണ്ട് സ്വാധീനിപ്പിക്കും. അതേപോലെ തന്നെ മനസ്സിനെ വല്ലാണ്ട് അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും, മടുപ്പിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമുകളിൽ ഒന്നായിരുന്നു ഇന്ന് ഞങ്ങളെ കോളേജിൽ നടന്നത്. മനസ്സിനെ വല്ലാണ്ട് അങ്ങോട്ട് സ്വാധീനിച്ചു. ഇന്ന് കോളേജിലെ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷണൽ റിസർച്ചിൻ്റെ ഒരു പ്രോഗ്രാം നടന്നിരുന്നു. അടിപൊളി ട്രെയിനേഴ്സും അതേപോലെ തന്നെ 100% പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ള കുറച്ച് കുട്ടികളും. ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ ആക്റ്റീവ് പവറും അതുപോലെ തന്നെ കുട്ടികളിലുള്ള കളിയും ചിരിയും ഒക്കെ കാണാൻ പറ്റിയ ഒരു ദിവസം കൂടെയാണെന്ന്. എല്ലാ ദിവസങ്ങളിലും ഇവരുടെ കളിയും ചിരിയൊക്കെ ഇവർ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കലുണ്ടെങ്കിലും നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് അതിനുള്ള സമയങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാറുമില്ല, അവർക്ക് കിട്ടാറുമില്ല. അക്കാദമിക് ഇയറിൽ കൂടുതലായിട്ടും നമ്മൾ സ്റ്റഡീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ 10% മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാറുള്ളൂ. അതിൽ ഒരു പ്രോഗ്രാമായിരുന്നു ഈ ഒരു പ്രോഗ്രാം. ബിൽഡ് യു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ടൈറ്റിലിംഗ് വരുന്നത്. ഇവരുടെ ഈ ഒരു സെമിനാർ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റുഡൻസിനെ കൊണ്ട് ആരാണോ ആ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ സെമിനാറിൽ പങ്കെടുക്കാൻ ഉദ്ദേശിച്ചവർ എങ്കിൽ അവരായിട്ട് ആക്ടിവിറ്റികളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ആണ്. അപ്പം നമുക്ക് കേട്ടിരിക്കുന്നവർക്കും ഇതിൽ സെമിനാർ അറ്റൻഡ് ചെയ്യുന്നവർക്കും ഒരിക്കലും ബോറിങ് ആവില്ല. അപ്പോൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഇവരുടെ സെക്ഷൻസ് എന്നൊക്കെ നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ കാണാം. നിങ്ങളുടെ ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് ഈ സബ്ജക്റ്റുകളൊക്കെ എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സംസാരിച്ചിരിക്കും, നിങ്ങൾ പാടിയിരിക്കും, നിങ്ങൾ ഡാൻസ് കളിച്ചിരിക്കും, ഞങ്ങൾക്കൊപ്പം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ കൂടെ ഇന്ന് നാളെയുമായിട്ടുണ്ടാവും. നമുക്കറിയാം സമയം കളയാനില്ല, സംസാരിച്ച സമയം കളയില്ല. നമുക്ക് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. വർക്ക്ഷോപ്പാണ്. നിസാമിനോട് സൂചിപ്പിച്ചു, വളരെ ബോധപൂർവമാണ് ബിൽഡിന്റെ യു എടുത്ത് വെളിയിട്ടത്. സ്പെല്ലിംഗ് അനുണ്ടാകുന്നതല്ല അല്ലേ? നിങ്ങൾ ആലോചിച്ചിട്ട് സ്പെല്ലിംഗ് എന്നോട് ഇവരാണ് നമ്മൾ പഠിപ്പിക്കാനായിട്ട് തോന്നുന്നത് അല്ലേ? ആ യു വളരെ ബോധപൂർവമാണ് നമ്മുടെ അടുത്ത് പുറത്തേക്ക് ഇട്ടേക്കുന്നത്. പലപ്പോഴും അങ്ങനെയാണ്. നിങ്ങൾ എവിടെയാണോ നിങ്ങളെ പ്ലേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ എവിടെ പ്ലേസ് ചെയ്യണമെന്ന് അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം അല്ലേ? പഴയ മനുഷ്യർ പറയും സ്ഥലകാല ബോധം ഉണ്ടാവണേ എന്ന് പറയാറുണ്ട്. അതുപോലെ നിങ്ങൾ എവിടെയാണ് നിൽക്കേണ്ടത്, എവിടെയാണ് ഇരിക്കേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് മാറ്റേണ്ടത് അല്ലെ? ആ സ്ഥലത്ത് നിങ്ങളെ പ്ലേസ് ചെയ്യുമ്പോൾ എന്തായി? അത് ബിൽഡായി. ഇതിന് സമാനമായി മറ്റൊരു വാക്ക് ഇംഗ്ലീഷിലുണ്ട്. നമ്മൾ ബിൽഡിംഗ് എന്നല്ലേ കേട്ടുള്ളത്. ബിൽഡിംഗ് സമാനമായി മറ്റൊരു വാക്കുണ്ട്, ബിൽഡാണ്. BILDUNG കേട്ടുണ്ടോ? വാക്കുകളെങ്കിലും സാധ്യതക്കുറവാണ്. നമ്മൾ എന്തെങ്കിലും നിങ്ങൾ +1 +2 ഡിഗ്രികളുള്ളവരാണെങ്കിൽ പോലും എവിടെ ആ വാക്ക് കേൾക്കാൻ സാധ്യതയില്ല. അത് ബിൽഡിങ്ങിന്റെ മറ്റൊരു ഫോർമേഷൻ ആണ്. വളരെ രസകരമായ അല്ലെ, എന്നാൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള 2 ദിവസം ഉണ്ടാകട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. നമുക്ക് തുടങ്ങാം. ഇപ്പം ഞാൻ 1 2 3 നിങ്ങൾ തീരുമാനിച്ചു ഏത് സൺഡേയുടെ കഴിഞ്ഞോ കഴിഞ്ഞ എക്സ്ക്യൂസ് ഇല്ല, നമ്മളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു ഏത് സൺഡേക്ക് അഴിക്കണം. ഞാൻ 100 എന്ന് പറഞ്ഞാൽ നിങ്ങൾ വൈകുന്നേരം വരെ ചിറ്റോ ഒരു പരാതി ഉണ്ടാകും. നമുക്ക് മൊത്തം വൈബാണ്, നമ്മുടെ ഭാഷ പറഞ്ഞാൽ വൈബാണ്. ചാണകപ്പുയ നമ്മൾ ചാടും, അല്ല നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പൊത്താം. ഇപ്പൊ യൂട്യൂബിൽ പിടിച്ചത് നമ്മളെ സ്റ്റാൻഡ് ചെയ്യണം. ആ ബീജം ആ ഫിൽറ്റർ കഴിഞ്ഞാൽ നമ്മളെന്താണ് നമ്മുടെ ഈ സമൂഹത്തിൽ പുറത്താനുള്ള ചില തോന്നലാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. അപ്പൊ അവിടെ ഇവൻ ഈ ഒരു സെമിനാർ എന്ന് പറയുമ്പോൾ നിങ്ങള് നമ്മൾ പറയാ ഇന്നത്തെ പരിപാടി അത് എങ്ങനെയാണ് നമുക്ക് ആഗ്രഹം. വൈകുന്നേരം വരെ ഇരിക്കണല്ലോ, ഇവിടെ വന്ന ആൾക്കാരെ കട്ടക്ക് സ്കാൻ ചെയ്യുമ്പോഴൊക്കെ എന്തായിരുന്നു അവസ്ഥ? തിരുവനന്തപുരത്തിലേക്ക് വന്നതാണ് എന്ത് നമ്മളിങ്ങനെ ഓരോരുത്തരും ചേച്ചി നമ്മൾ കുറെ കേട്ടതാ. ഇന്നത്തെ ഞാൻ നിർത്തണ്ടല്ലോ. അപ്പൊ വിഗ്രഹത്തില് ഇപ്പൊ പൊട്ടുന്നു കുറെ കേട്ടാൽ നമ്മളെന്താണ് ഇങ്ങനെ പക്ഷെ അതൊക്കെ ഒഴിവാക്കണം. നമ്മളൊരു ഇംഗ്ലീഷിലെ പ്രസിദ്ധമായ കോട്ടുണ്ട്, ഫ്യൂച്ചർ ഇസ് നോട്ട് എ കണ്ടിന്യൂസ് ഓഫ് പാസ്റ്റ് എന്ന് പറയും. ഇന്നലകളുടെ തുടർച്ചയല്ല നാളെ. നമ്മളെല്ലാ കാര്യങ്ങളും ജഡ്ജിൽ അങ്ങനെയാണ്. ഇതിങ്ങനെയായിട്ടൊക്കെ അങ്ങനെ ഒഴിവാക്കി നമുക്ക് നമ്മളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വളരെ കളിയിലും രസത്തിലും തമാശയിലും ചിരിച്ചും കുറെ കളിച്ചും നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു 30 സെക്കൻഡ് സമയം ഇരുത്തൊന്ന് മാറ്റും. ഒറ്റ സർക്കിൾ ആയിട്ട്
കാരണം 30 സെക്കൻഡ് ആണ്. കസേര വലിക്കരുത്, എടുത്തുകൊണ്ട് വെച്ച് വെയിറ്റില്ലാത്ത സാധനമാണ്. പരമാവധി എത്തി ശബ്ദം ഉണ്ടാക്കാൻ നോക്കരുത്. ഓക്കെ ആണല്ലോ? സർവീസ് ആയിട്ടുണ്ട്. You want to start? ഇതല്ല, നമുക്കൊരു 5 വയസ്സിന് താഴെ പോകാം. ഒരു 5 വയസ്സിന് താഴെ കുട്ടികൾ 1 2 3 4 5 6 7 8 9 10 ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 ready okay ready 1 2 3 slowly 1 2 3 4 5 6 okay ready 1 2 3 start പരമാവധി ബാക്കിലുള്ള കാല് ചവിട്ടാൻ നോക്കുക. ഇതൊക്കെ അവസരം കിട്ടുന്നത് മറ്റൊരു ചവിട്ടി കൊടുക്കാൻ കിട്ടാതെ ശ്രമിക്കാറില്ല. ഓക്കെ ഇനി ഞാൻ പൈനാപ്പിൾ പറഞ്ഞാൽ കൈ വിട്ടില്ല. റെഡിയാണല്ലോ? ആപ്പിൾ 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 ബനാന ആപ്പിൾ ബനാന ഒന്നുകൂടെ ഹോൾഡ് യുവർ ഹാൻഡ്സ് ഹോൾഡ് യുവർ ഹാൻഡ്സ് ഹോൾഡ് യുവർ ഹാൻഡ്സ് റെഡി യെസ് ബനാന 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 നിലത്തിരിക്കാം 15 പേര് വേണം 15 പേര് വേണം. നമ്മളിപ്പോ ചെയ്ത കാര്യം ആപ്പിൾ ബനാന ചെയ്തപ്പോഴും നമ്മളുടെ ചിരി ഉണ്ടല്ലോ, ആ ചിരി ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ചവിട്ട് കിട്ടിയിട്ടുള്ള ചിരിക്കാണ്, അല്ല തിരിച്ചു കൊടുക്കാനല്ല നോക്കുന്നത്. നമ്മൾ ആ ദേശത്തിന് അപ്പുറത്തേക്ക് രസം ഉണ്ടായിട്ടുണ്ട്. ഈ ചവിട്ടുള്ള സാധനം നേരത്തെ പറഞ്ഞ ബോധമില്ല, ആ ബോധം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഈ പ്രശ്നം ആവേശിക്കുന്നത്. ആര് കേട്ടാലും ചിരിക്കുന്നത് പെട്ടെന്ന് സെറ്റ് ചെയ്തോ പെട്ടെന്ന് സെറ്റ് ചെയ്തോ. വിളിച്ചു പറയാം, ആക്ഷൻ കാണിക്കാം. ഞാൻ ടിവി നേരെ ഇങ്ങനെയാണ് കാണിച്ചെങ്കിൽ നോ ആക്ഷൻ നോ സൗണ്ട്. ആരെങ്കിലും ഒരാൾ കാണിച്ചാൽ ടീം ഔട്ടായിരിക്കും. ഒരാൾ പറയാം ഞാൻ ഇങ്ങനെ കാണിച്ചാൽ പേര് ആക്ഷൻ കാണിക്കാം. ഇങ്ങനെയാണ് കാണിച്ചത് ഒരാൾ മിണ്ടാണ്ടിരിക്കുകയോ ആക്ഷൻ കാണിക്കാതിരിക്കുകയോ ആ ടീം അതും ഔട്ടായിരിക്കും. നമ്മൾ അടുത്ത സ്വഭാവം അതാണ്. മത്സരം കഴിഞ്ഞാൽ റൈസായിട്ട് മാറി ആ പരിപാടി നടക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ എല്ലാവരും ശബ്ദം ഉണ്ടാക്കണം, എല്ലാവരും ആക്ഷൻ കാണിക്കണം. ഇങ്ങനെയാണ് കാണിച്ചെങ്കിൽ നോ ആക്ഷൻ നോ സൗണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ട്രയൽ നോക്കാം. റെഡി? ശബ്ദം പോരാ.
ടോട്ടലി സ്റ്റാർട്ട്. ചെയ്യുന്ന സാധനത്തിലെ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ കണ്ടിന്യൂസ് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ആക്ഷൻസ് കണ്ടിന്യൂസ്. ഈ റെസ്പോൺസ് നമ്മൾക്ക് ഇനി 2 ദിവസം കറക്റ്റ് കിട്ടണം. നമ്മൾ ആരെന്തോ ഒരു സ്പോണ്ടോണിയസ് റെസ്പോൺസ് ഉണ്ടല്ലോ, ഒരു സ്ഥാപനത്തിന് നമ്മുടെ ലൈഫിലൊക്കെ വേണ്ടതാണ്. സിഗ്നൽസ് കാണുന്നതിന് ആ ഒരു സ്പോണ്ടോണിയസ് റെസ്പോൺസ് നമുക്ക് കിട്ടണം. പക്ഷെ നിങ്ങൾ കാണിച്ച ക്യൂരിയോസിറ്റി ഇല്ലേ, എപ്പോ വരും ചില ആൾക്ക് നല്ല വർഷത്തിൽ എങ്ങനെയാ ബെസ്റ്റ് വെച്ചോ. പിന്നെ ഓപ്പൺനെസ്, അടുത്ത വാക്ക് ഓപ്പൺനെസ്. മൂന്നാമത്തെ വാക്ക് വില്ലിംഗ്നെസ് അല്ലെ. എന്ത് ചെയ്യാനുള്ള മനസ്സുണ്ടാവണം, അത് ഓപ്പൺ ആയിരിക്കണം. കള്ളത്തിന് കാണിക്കരുത് അല്ലെ. നമ്മൾ പറയാം തനിക്കൊന്നും കാണിക്കുന്നത് നല്ലത് പറയാറില്ലേ, ഫ്രോഡത്തിന് കാണിക്കരുത്. ഉള്ളത് കൃത്യമായി നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ വേണ്ട. ഓപ്പൺ കോൺഷ്യസ് ആയിരിക്കണം, ഓപ്പൺ ആയിരിക്കണം. ആറ്റിറ്റ്യൂഡ് നമുക്ക് ഫസ്റ്റ് ആറ്റിറ്റ്യൂഡ് ഒരു ജഡ്ജിങ് മെന്റാലിറ്റി. ഫസ്റ്റ് മെന്റാലിറ്റി നമ്മുടെ മലയാളിയുടെ ഫസ്റ്റ് മെന്റാലിറ്റി ഒരു ജഡ്ജിങ് മെന്റാലിറ്റി ആണ്. രണ്ടാമത്തെ മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊജുഡീസ് ആണ്, മുൻവിധികളാണ്. എല്ലാവരും എന്ത് പറഞ്ഞു അല്ലെ, കാലത്ത് ലുക്കൊക്കെ ഒരു പ്രൊജുഡീസ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും. എല്ലാ കാലത്തും ഒരു മുൻവിധിയോടുകൂടി കാണുക എന്നുള്ളത് അല്ലെങ്കിൽ ചില സ്ഥലങ്ങളെ അവിടെ നിന്ന് വന്നാണെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെയാണ് അല്ലെ. പ്ലേസ് പ്രൊജുഡീസ് ഉണ്ട്, മനുഷ്യർക്ക് പ്രൊജുഡീസ് ഉണ്ട്. മൂന്നാമത്തെ മെന്റാലിറ്റി ബ്ലെയിം ചെയ്യും. വേറെ ആളെ കുറ്റം ചാറ്റിക്കൊണ്ടേയിരിക്കും, എന്റെ കുഴപ്പം കൊണ്ടല്ല അല്ലെ, വേറെ ആളുകളാണെന്ന് പറയും. 4 എക്സ്ക്യൂസ് പറയലാണ്. ഒരു രക്ഷയില്ലാതെ നമ്മൾ എക്സ്ക്യൂസ് പറയും. ഇല്ലെങ്കിൽ ടീച്ചർമാരൊക്കെ ചോദിച്ചിട്ട് എന്താ ലേറ്റായെന്ന് ചോദിച്ചാൽ പറയും അയ്യോ ടീച്ചറെ താമസിച്ചു കേട്ടോ. എത്ര ഈസി ആയിട്ട് നമ്മൾ പറഞ്ഞേ. ആ ടീച്ചർ ആ ഒരു ഗ്യാപ്പിൽ ആ കയറും, പിന്നീട് ടീച്ചറല്ലോ. എക്സ്ക്യൂസ് പറയാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. Then finally അഞ്ചാമത്തെ മെന്റാലിറ്റി ജസ്റ്റിഫിക്കേഷൻ ആണ്. ന്യായീകരിച്ചുകൊണ്ട് അവസാനം വരെ നമ്മൾ എന്ത് ചെയ്യും, ന്യായീകരിച്ചുകൊണ്ട്. അപ്പൊ ഈ 5 മെന്റാലിറ്റിയാണ് നമ്മൾ പൊളിക്കേണ്ടത്. എന്തൊക്കെയാണ് 5 മെന്റാലിറ്റികൾ? ഒന്ന് ജഡ്ജിങ്ങിന്റെ മെന്റാലിറ്റി, പ്രൊഡ്യൂസിന്റെ മെന്റാലിറ്റി, ബ്ലെയിമിങ്ങിന്റെ മെന്റാലിറ്റി, എക്സ്ക്യൂസ് അടിക്കുന്ന മെന്റാലിറ്റി, ജസ്റ്റിഫിക്കേഷൻ. ഇത് ന്യായം ആവശ്യമില്ലാത്തിടത്ത് ന്യായീകരിക്കാതിരിക്കുക, എക്സ്ക്യൂസ് കഴിയുമെങ്കിൽ പറയരുതെന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ ആയിപ്പോയി. ഓക്കെ ഉണ്ടാവും. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യം എന്ത് ചെയ്യാം ഞാൻ പറയാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പ്ലേസ്, നിങ്ങൾ എവിടെ നിന്നുകൊണ്ട് സംസാരിക്കണം എന്നുള്ളത് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ പ്യൂപ്പിൾ, നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം, നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ ചാറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ. പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഓൺലൈൻ ഉണ്ട്, ഓൺലൈൻ അല്ലാത്തതുണ്ട് അല്ലേ. അതുപോലെ തന്നെ പ്രോബ്ലം, നിങ്ങൾ എന്താണ് സംസാരിക്കുക എന്നുള്ളത് അല്ലേ. ഇതിന്റെ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ആർക്ക് വേണം, നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ഓക്കെ, അതിന്റെ പേരെന്ത് ചെയ്തു?